വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് 2025-27 അക്കാഡമിക് ഇയറിൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ പുതിയ അക്കാഡമിക് ഇയറിൽ ബി.എഡ് അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോകളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും വിദ്യാർത്ഥികൾക്ക്, അതായത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ, അതേപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ അഡ്മിഷന് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ എത്ര പെർസെൻറ്റേജ് വരെയുള്ളവർക്ക് അഡ്മിഷൻ സാധ്യത ഉണ്ട്, അതേപോലെ തന്നെ മാനേജ്മെൻറ്റ് സീറ്റ്, കൂടാതെ ബി.എഡ് കോഴ്സിൻ്റെ എലിജിബിലിറ്റി, കാരണം ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ പി.ജി കഴിഞ്ഞ വിദ്യാർത്ഥികൾ ഏത് സബ്ജക്റ്റിലാണ് ബി.എഡ് ചെയ്യാൻ സാധിക്കുക, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, കൂടാതെ അഡ്മിഷന് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട, ഇപ്പോൾ തന്നെ സെറ്റാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സുകൾ എന്തൊക്കെയാണ് തുടങ്ങിയ ഓരോ കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ, ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നേരത്തെ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. കാലിക്കറ്റ്, എം.ജി, കേരള, കണ്ണൂർ, ഈ 4 യൂണിവേഴ്സിറ്റികളാണ് ബി.എഡ് നോർമലായിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ അക്കാഡമിക് ഇയറിലും ബി.എഡ് പൂർണ്ണമായിട്ടും വിദ്യാർത്ഥി ശ്രദ്ധിക്കേണ്ട കാര്യം നോർമലായിട്ടുള്ള സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് ബേസിൽ തന്നെയാണ്. അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ അല്ലെങ്കിൽ പി.ജിയുടെ മാർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നു. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്, ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, ഈ രീതിയിലുള്ള നോർമലായിട്ടുള്ള പ്രൊസീജിയറാണ് ഈ അക്കാഡമിക് ഇയറിലും. ഇനി അതേപോലെ തന്നെ ബി.എഡ് കോഴ്സ് 2 വർഷത്തെ കോഴ്സ് 1 വർഷം എന്നുള്ള ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിരുന്നു. പക്ഷേ അതും ഈ അക്കാഡമിക് ഇയറിൽ വരാനുള്ള സാധ്യത ഇനി കുറവാണ്. കാരണം ഓൾറെഡി എല്ലാ യൂണിവേഴ്സിറ്റിയും അഡ്മിഷൻ നോർമലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത അക്കാഡമിക് ഇയറിലും ഇനി ഈ 1 ഇയർ എന്നുള്ള രീതിയിലോട്ട് മാറുമോ എന്നുള്ളത് നമുക്ക് ഏകദേശം, കാരണം ഇത്തരത്തിലുള്ള പ്രൊസീജിയറിലോട്ട് പെട്ടെന്ന് വരിക എന്നുള്ളത് റിസ്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് അക്കാഡമിക്കൽ അല്ലെങ്കിൽ തൊട്ടടുത്ത അക്കാഡമിക്കൽ നമുക്ക് 1 ഇയർ എന്ന സിസ്റ്റത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു അക്കാഡമിക്കൽ നോർമലായിട്ട് 2 വർഷത്തെ കോഴ്സസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. അതിൽ ഇനി മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. അപ്പോൾ നമുക്കിനി ഓരോ കാര്യങ്ങൾ നോക്കാം. അതേപോലെ തന്നെ കേരളത്തിലെ യൂണിവേഴ്സിറ്റി നമ്മൾ പറഞ്ഞു. ഇനി ഇത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെൻറ് എയ്ഡ്, അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും ഉള്ളത്. എന്നാൽ ചില യൂണിവേഴ്സിറ്റികളിൽ ഗവൺമെൻറ് അല്ലെങ്കിൽ എയ്ഡ് കോളേജുകൾ തീരെയില്ല. ഇനി ടോട്ടൽ ആകെ ഏകദേശം 5-6 കോളേജുകൾ മാത്രമാണ് ഗവൺമെൻറ് എയ്ഡ് തലത്തിലുള്ളത്. ബാക്കിയൊക്കെ സെൽഫ് ഫിനാൻസ് കോളേജസും അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററുകളാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസ് കോളേജുകളും അതേപോലെ യൂണിവേഴ്സിറ്റി സെൻറ്റർ എന്ന് പറയും രണ്ടും വിദ്യാർത്ഥികൾ നോർമലായിട്ടുള്ള സെമസ്റ്റർ ഫീസ് കൊടുത്ത് പഠിക്കേണ്ട കോളേജാണെന്നുള്ള കാര്യം ഉറപ്പെടുത്തുകയാണ്. ഫീസ് ഇല്ലാതെ, ട്യൂഷൻ ഫീസ് ഇല്ലാതെ പഠിക്കാൻ സാധിക്കുന്ന കോളേജ് ഞാൻ നേരത്തെ പറഞ്ഞ വളരെ വിരലെണ്ണാവുന്ന ഈ 5-6 ഗവൺമെൻറ് എയ്ഡഡ് കോളേജുകൾ മാത്രമാണെന്നുള്ള കാര്യം ഉറപ്പെടുത്തുകയാണ്. അപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റി സെൻറ്ററിലാണെങ്കിലും സെൽഫ് ഫിനാൻസിലാണെങ്കിലും മെറിറ്റ് അടിസ്ഥാനത്തിൽ കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അറൗണ്ട് 1,20,000 മുകളിൽ വിദ്യാർത്ഥികൾ സെമസ്റ്റർ ഫീസ് ഏകദേശം കൊടുത്തുകൊണ്ട്, അത് ഏകദേശം എല്ലാം ഉൾപ്പെടെ ഈ ഒരു ഫീസ് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ സാധാരണ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി മാനേജ്മെൻറ്റ് സീറ്റ് എടുക്കുകയാണെങ്കിൽ പലപ്പോഴും മാനേജ്മെൻറ്റ് സീറ്റിൻ്റെ ഫുൾ അതോറിറ്റി എന്ന് വെച്ചാൽ അതത് കോളേജിലെ മാനേജ്മെൻറ്റിനായിരിക്കും. ഇപ്പോൾ പല മേഖലയിൽ നിന്നും പല ഡൊണേഷനുമാണ് മാനേജ്മെൻറ്റ് സീറ്റിന് വാങ്ങുന്നത്. അതൊക്കെ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടുള്ള ധാരണയാക്കിയതിനു ശേഷം നിങ്ങൾ മാനേജ്മെൻറ്റ് സീറ്റുമായി ബന്ധപ്പെടുക. അതായത് മാനേജ്മെൻറ്റ് സീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിൽ പോലും മാനേജ്മെൻറ്റ് ഈ വർഷത്തെ സീറ്റ് ഒരു പക്ഷേ ബുക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സാധ്യതകളുണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊടുത്താൽ മതി എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് ക്വാളിഫിക്കേഷൻ, അത് എലിജിബിലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികൾ വളരെ പ്രധാനപ്പെട്ട 1-2 സംശയം കൂടി പറഞ്ഞ ശേഷം നമുക്ക് ഏതൊക്കെയാണ് അടിസ്ഥാനപരമായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കാം. അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം, ചില വിദ്യാർത്ഥികൾ ഡിഗ്രി, ഫോർ എക്സാമ്പിൾ ഡിഗ്രി ഇംഗ്ലീഷ് കഴിഞ്ഞ വിദ്യാർത്ഥി പി.ജി പിന്നീട് ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജി അല്ലെങ്കിൽ എക്കണോമിക്സ് ചെയ്തവരുണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷിൽ ഡിഗ്രി എടുത്തു, അതേപോലെ പി.ജി ഹിസ്റ്ററി എടുത്ത വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി ബി.എഡ് ഏതിലോട്ട് പോകണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും പല മേഖലയും ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ ബി.എഡ് ഇംഗ്ലീഷിലെടുത്താൽ എന്തൊക്കെയാണ് നേട്ടം, അല്ലെങ്കിൽ ബി.എഡ് ഇംഗ്ലീഷിലും പി.ജി ഹിസ്റ്ററിയിലാണെങ്കിൽ ബി.എഡ് സോഷ്യൽ സയൻസിൽ എടുത്തു കഴിഞ്ഞാൽ അത് സാധാരണ രീതിയിൽ LP-യിലും UP-യിലും ഹയർ സെക്കൻഡറിയിലും പഠിപ്പിക്കാൻ പറ്റും, ഹൈസ്കൂളിലും പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളത് സംശയം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഗ്രി ഒരു സബ്ജക്റ്റ്, പി.ജി വേറെ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഞാനിപ്പോൾ പറഞ്ഞ ഇംഗ്ലീഷ് അതേപോലെ തന്നെ പി.ജി ഹിസ്റ്ററി കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ബി.എഡ് സോഷ്യൽ സയൻസിൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് LP-യും അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലുമാണ് ടീച്ചിങ് ജോബ് ചെയ്യാൻ സാധിക്കുക. കാരണം നമ്മൾ ഹൈസ്കൂൾ തലത്തിൽ നോക്കുമ്പോൾ ഹൈസ്കൂളിൽ ഒരു ടീച്ചറായി മാറാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൺസേൺഡ് സബ്ജക്റ്റ് തന്നെ ഡിഗ്രി കഴിഞ്ഞിരിക്കണം. ഹൈസ്കൂൾ ഹിസ്റ്ററി ടീച്ചർ ആവണമെങ്കിൽ ഡിഗ്രി ഹിസ്റ്ററി എടുത്തിരിക്കണം. എന്നിട്ട് പി.ജി ഹിസ്റ്ററി എടുത്താലാണ് ആ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഹൈസ്കൂളും ഹയർ സെക്കൻഡറി പഠിപ്പിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യത്യാസം വിദ്യാർത്ഥി ശ്രദ്ധിക്കുക. ഡിഗ്രി കൺസേൺ സബ്ജക്റ്റ് ഇല്ല എങ്കിൽ സ്വാഭാവികമായിട്ടും UP-യിലും അതേപോലെ ഹയർ സെക്കൻഡറിയിലുമാണ് പഠിപ്പിക്കാൻ സാധിക്കുക എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക.
ഇനി അതേപോലെ തന്നെ ആവശ്യമായിട്ട് ഡോക്യുമെൻറ്റ്സ് നോക്കാം. ഇപ്പോൾ ബി.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യം നമ്മൾ വളരെ കൃത്യമായിട്ട് പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്, അതേപോലെ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ ചെയ്ത യൂണിവേഴ്സിറ്റി, ഇത്തരത്തിലുള്ള മറ്റു പല കാര്യങ്ങളിൽ അതിൻ്റെ എലിജിബിലിറ്റി സാധ്യതകളൊക്കെ മനസ്സിലാക്കിയിട്ട് പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പർ നിങ്ങൾക്ക് ജസ്റ്റ് ബി.എഡ് കോഴ്സ് ഡീറ്റെയിൽസിന് നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ ഫോം അയച്ചു തരികയും അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട പേയ്മെൻറ്റ് കാര്യങ്ങൾ വളരെ പരിമിതമായിട്ടുള്ള പേയ്മെൻറ്റ് കൂടി അടച്ചു കഴിഞ്ഞാൽ പേഴ്സണലായിട്ടുള്ള കൗൺസിലിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആ കാര്യം ഓർത്ത് വെക്കുക. കാരണം പലപ്പോഴും പല വിദ്യാർത്ഥികളും കമൻറ്റ് ബോക്സിലൊക്കെ ഇടുമ്പോൾ സ്വാഭാവികമായിട്ടും റിപ്ലൈ തരാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ കാര്യത്തിൽ അത്തരത്തിൽ പേഴ്സണലായിട്ടുള്ള നിങ്ങളുടെ കോഴ്സ് സാധ്യതകൾ അത് ഏതാണെങ്കിൽ ബി.എഡ് അല്ല ഏത് കോഴ്സ് ആണെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ സാധ്യതകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ആയിക്കോട്ടെ അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലയിലായിക്കോട്ടെ അത്തരത്തിൽ സാധ്യതകളൊക്കെ നോക്കിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കരിയർ കൗൺസിൽ നിങ്ങൾക്ക് എത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കൂടാതെ ബി.എഡ് കോഴ്സിൻ്റെ മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഏകദേശം 80, 90, 95 എബോ ഒക്കെയാണ് ഗവൺമെൻറ് തലത്തിലേക്ക് കേരളത്തിൽ ബി.എഡ് കഴിഞ്ഞ അക്കാഡമിക്കിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു അക്കാഡമിക്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും സെൽഫ് ഫിനാൻസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏവറേജ് ഒരു 80, 85, 90 ഒക്കെയുള്ള വിദ്യാർത്ഥികൾക്കാണ് സാധ്യത. സ്വാഭാവികമായിട്ടും അത് ഈ അക്കാഡമിക്കിൽ അതിൻ്റെ കോഴ്സിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കാഡമിക്കുകൾ കഴിഞ്ഞ അക്കാഡമിക്കുകളേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ കുറവോ മാർക്കുള്ളവർക്ക് അഡ്മിഷൻ കിട്ടിയേക്കാം. അപ്പോൾ നമുക്ക് ഓരോ വർഷത്തെയും അപ്ലിക്കൻസിൻ്റെ ഡിമാൻഡ് അനുസരിച്ചായിരിക്കും. ഈ കാര്യം ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്താണ്. അതോടൊപ്പം തന്നെ ഇനി തീരെ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ കേരളത്തിൽ എവിടെയും അഡ്മിഷൻ കിട്ടാൻ സാധ്യതയില്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള അതായത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുമ്പോൾ കൃത്യമായിട്ട് കേരള PSCയുടെ എലിജിബിലിറ്റി അതായത് കേരളത്തിൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഈക്വലൻസി അതായത് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് പരിശോധിക്കും. കേരള PSCയുടെ അംഗീകാരം ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത്തരത്തിൽ കേരളത്തിൽ എവിടെയും അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് കേരളത്തിന് പുറമെ കൃത്യമായിട്ട് PSCയുടെ അംഗീകാരമുള്ള വേല്യുള്ള ബി.എഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ കരിയർ വേണ്ടിയെങ്കിൽ കൃത്യമായിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്ത് വരുന്നുണ്ട്. അത്തരത്തിൽ അഡ്മിഷൻ ആവശ്യമായിട്ടുള്ള വിദ്യാർത്ഥികൾ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ ബി.എഡ് അഡ്മിഷൻ ഡീറ്റെയിൽസും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു നമ്മുടെ ഒഫീഷ്യലായിട്ട് വാട്സപ്പ് നമ്പർ താഴെ കൊടുത്ത നമ്പറിൽ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട അപ്ലിക്കേഷൻ ഫോം അയച്ചു തരികയും അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു അപ്ലിക്കേഷൻ ഫീ ഉണ്ട്. ആ രീതിയിൽ ഫീസ് കൂടെ അടച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഉറപ്പെടുത്തുകയാണ്. ഇനി അതോടൊപ്പം തന്നെ നോർമലായിട്ട് അഡ്മിഷൻ ആവശ്യമായി ഇപ്പോൾ തന്നെ സെറ്റാക്കി വെക്കുന്ന ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം. നോർമലായിട്ട് അപേക്ഷ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഫോട്ടോയും സിഗ്നേച്ചറും അതെല്ലാം അപേക്ഷ നമ്മൾ സെറ്റാക്കി വെക്കുന്നതാണ്. അപ്പോൾ ഒരു ഫോട്ടോ പരമാവധി ഒരു ക്ലിയറുള്ള ഒരു 50 KB ഒരു 50 KB-യുടെ 50 അല്ലെങ്കിൽ 100 KB ഒതുങ്ങുന്ന ഒരു ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് നല്ല ക്ലിയറുള്ള ഒരു ഫോട്ടോ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ തന്നെ സെറ്റാക്കി വെക്കുക. സിഗ്നേച്ചർ അതേപോലെ ഒരു 20 KB ഒതുങ്ങുന്ന നോർമലായിട്ടുള്ള സിഗ്നേച്ചർ ഇത് തന്നെയാണ് എല്ലാ ആപ്ലിക്കേഷൻ ഫോമും ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ സെറ്റാക്കി വെക്കേണ്ടത്. ഇനി അതേപോലെ തന്നെ ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ് ഇത്തരത്തിൽ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് എൻ്റർ ചെയ്യും. അതുപോലെ പേയ്മെൻറ്റ് അടക്കുകയാണ് വേണ്ടത്. അപ്പോൾ ബി.എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് അപേക്ഷാ ഫീസ് നോർമൽ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒരു ബിലോ 1000 തന്നെയാണ് വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു എമൗണ്ട് കൂടി ഉണ്ടാവും. ഇനി അതിൻ്റെ കൂടെ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഹാജരാക്കേണ്ട പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ ഒന്നാമതായിട്ട് ആവശ്യമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻറ്റ്സ് SSLC, അതേപോലെ തന്നെ +2 സർട്ടിഫിക്കറ്റ്, അതേപോലെ ഡിഗ്രി, അതേപോലെ PG ഉള്ളവർക്ക് ഡിഗ്രിയും PG-യും ഈ കോഴ്സിൻ്റെ മാർക്ക് ലിസ്റ്റും അതേപോലെ തന്നെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൈവശം നിങ്ങൾ സെറ്റാക്കി വെച്ചിരിക്കണം. പിന്നെ അതേപോലെ തന്നെ TC അതേപോലെ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞ വിദ്യാർത്ഥികളാണ് അത്തരത്തിൽ വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് TC-യും കോൺടാക്ട് സർട്ടിഫിക്കറ്റും കിട്ടിയെന്ന് ഉറപ്പ് വരുത്തണം. ഇനി അതേപോലെ അഡ്മിഷൻ സമയത്ത് സെറ്റാക്കി വെക്കേണ്ടതാണ്. അതായത് ആപ്ലിക്കേഷൻ ടൈമിന് ഇത് ആവശ്യമില്ല. അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിന് ഇതൊക്കെ നിങ്ങൾ സെറ്റാക്കി വെക്കാൻ വേണ്ടി ഉറപ്പെടുത്താണ്. നോർമലായിട്ട് എല്ലാ യൂണിവേഴ്സിറ്റിയും അതേപോലെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അതേപോലെ SC വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, ഇനി OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകളും അതേപോലെ തന്നെ ഇനി ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് അതായത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി സെറ്റാക്കി വെക്കണം. ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സുകൾക്ക് നിങ്ങൾ കൈവശമുണ്ട് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങളാണ് B.എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തയ്യാറായി നിൽക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും നോട്ടിഫിക്കേഷൻ ഏകദേശം ഈ പറയുന്ന മെയ് മാസം 2nd അല്ലെങ്കിൽ 3rd വീക്കിനുള്ളിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ കൃത്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മുതൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഘട്ടമായിട്ട് അപേക്ഷ കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ ലൈവായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, കൂടാതെ ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഉൾപ്പെടെയുള്ള ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ ഒരിക്കൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാനും ബെല്ലൈക്കൻ അപ്ഡേറ്റ്സിന് വേണ്ടി എനാബിൾ ചെയ്ത് നോക്കുവാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് രച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.